ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിനേലിൽ കണ്ട സർവ്വരോഗ ശമനത്തിന്, അതായത് രോഗങ്ങൾ ഉള്ളവർക്ക് ആ രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ, അത് മാരകങ്ങളായ രോഗങ്ങളായിക്കോട്ടെ കുഞ്ഞു രോഗങ്ങളായിക്കോട്ടെ എന്തായാലും തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും. മാത്രമല്ല സകല ബാധോപദ്രവ ശമനത്തിന്, ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന്, മറ്റുള്ളവരെ അതായത് സകല ജനവശ്യത്തിന് ഇതിനെല്ലാം കൂടി ജപിക്കാവുന്ന ഒരു ശ്ലോകത്തെ കുറിച്ച്, അതായത് ഒരു മന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സൗന്ദര്യ ലഹരിയിലെ 44-ാമത്തെ ശ്ലോകമാണ് കേട്ടോ. അതീവ ശക്തിയേറിയ ശ്ലോകമാണ്, യാതൊരു തർക്കവും ഇല്ല. കാരണം ഓരോ ശ്ലോകവും സൗന്ദര്യ ലഹരിയിലെ ശക്തിയേറിയ ശ്ലോകങ്ങളാണ്. ഇനി ശ്ലോകം പറയാം. തനോതി ക്ഷേമം നസ്തവ വദന സൗന്ദര്യ ലഹരി പരിവാഹസ്രോത സരണിരിവ സീമന്ത സരണി വഹന്തി സിന്ദൂരം പ്രബല കബരി ഭാരതിമിര ദിശാം വൃന്ദർ ഭന്ദീകൃതമിവ നവീനാർക്ക കിരണം. ഒന്നുകൂടി പറയാം. തനോതി ക്ഷേമം നസ്തവ വദന സൗന്ദര്യ ലഹരി പരിവാഹസ്രോത സരണിരിവ സീമന്ത സരണി. സരണി എന്നുള്ളത് ഹാ കൂട്ടിയിട്ട് വേണം കേട്ടോ. 2 കുട്ടി വരുന്നുണ്ട്, അപ്പൊ ഹാ ചേർത്തിട്ടാണ് ഉച്ചാരണം വരേണ്ടത്. 2 ഡോട്ട് വന്നാൽ ഹാ ചേർത്തിട്ട് ഉച്ചരിക്കാൻ ശ്രമിക്കൂ. വഹന്തി സിന്ദൂരം പ്രബല കബരി ഭാരതിമിര ദിഷാം വൃന്ദൈർ ബന്ധീകൃതമിവ നവീനാർക്ക കിരണം. ഈ ശ്ലോകം നിത്യവും ജപിച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അതിവിശേഷമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചോളൂ. ഇത്ര തവണ എന്നൊന്നും പറയുന്നില്ല. പ്രേക്ഷകർക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജപമെങ്കിൽ കൂടുതൽ കൂട്ടി ജപിച്ചോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കാട്ടോ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അതായത് ശ്രീ ആദിപരാശക്തി ദേവിയുടെ അനുഗ്രഹം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.